ഷെൽവീസ് കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് 2 അയില എടുത്തിട്ടുണ്ട്. അയില നമ്മൾ കറിയാണ് വയ്ക്കാൻ പോകുന്നത്. ഇത് 2 അയില നമ്മളൊരു 3 പീസാക്കി എടുത്തിട്ടുണ്ട്. നമുക്കിത് കറി വയ്ക്കാം. സവോള നമ്മൾ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഒരു കുഞ്ഞ് സവോള എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ കുറച്ച് ഉള്ളി എടുത്തിട്ടുണ്ട്. ഇതൊന്ന് നമുക്കൊന്ന് ക്രഷ് ചെയ്തെടുക്കാം. നമുക്ക് ലേശം കടുക് ഇട്ട് കൊടുക്കാം. ലേശം ഉലുവ ഇട്ട് കൊടുക്കാം. ഉള്ളിയും സവോള അവിടെ ചതച്ച് കൊണ്ടുവന്ന് ചേർത്ത് കൊടുക്കാം. അതൊന്ന് ചതച്ചെടുത്ത് അതിൽ വെള്ളമായി, അതാണ് അങ്ങനെ ശബ്ദം വന്നത്. ഇഞ്ചി വെളുത്തുള്ളിയും കൂടെ ചതച്ചിട്ട് കൊടുക്കാം. കറിവേപ്പില ഇട്ട് കൊടുക്കാം. പച്ചമുളക് ഇട്ട് കൊടുക്കാൻ നമ്മൾ രണ്ടായിട്ട് കീറിയതാണ്. അപ്പോൾ നമ്മൾ കുറച്ച് ഫിഷ് മസാലയാണ് ചേർത്ത് കൊടുക്കുന്നത്. നന്നായിട്ട് സവോളയൊക്കെ വഴണ്ട് വന്നിട്ടുണ്ടായി. നമ്മൾ തീ കുറച്ചിട്ടിട്ട് വേണം നമ്മൾ പൊടികൾ ചേർത്ത് കൊടുക്കാനായിട്ട്. നമ്മൾ കുറച്ച് കുടംപുളി വെള്ളത്തിലിട്ടുണ്ടായി, കണ്ടോ, ഇത്രേ കഴുകി വൃത്തിയായിട്ട് വെള്ളത്തിലിട്ട് വയ്ക്കുക. കുതിർന്നിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. അപ്പോൾ പുളിവെള്ളം നമ്മൾ ഒഴിച്ചത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട്. നമുക്കിനി 2ാം പാൽ ഒഴിച്ചു കൊടുക്കാം. നമ്മൾ തേങ്ങയുടെ 2ാം പാലാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കാം. കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ മസാല തിളച്ച് വന്നിട്ടുണ്ട്. നമുക്ക് മീൻ ചേർത്ത് കൊടുക്കാം. ഇപ്പം എല്ലാവരെയും ഭാഗത്തൊക്കെ മീൻ കിട്ടുന്നുണ്ടാവും അല്ലേ? ഇവിടെയൊക്കെ കിട്ടുന്നുണ്ട് കേട്ടോ. മീൻ നല്ല വിലയാണ്. അടച്ച് വെച്ച് ഒരു 10 മിനിറ്റ് നേരം വേവിക്കാം. നമ്മുടെ കറി വെന്തിട്ടുണ്ട്. നമുക്കിതിലേക്ക് കുറച്ച് തക്കാളി ചേർത്ത് കൊടുക്കാം. ഒരെണ്ണം ചേർത്താൽ മതി കേട്ടോ. ഒരു 2 മിനിറ്റ് ഒന്ന് മൂടി വയ്ക്കാം. നമുക്കിനി 1ാം പാൽ ഒഴിച്ചു കൊടുക്കാം. ഒന്നാം പാൽ ഒഴിച്ച് കഴിഞ്ഞാൽ പിന്നെ തിളപ്പിക്കാൻ പാടില്ല കേട്ടോ. മിക്സ് ചെയ്ത് കൊടുക്കാം. അതിനെ കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. നമുക്ക് എന്തായാലും നോക്കാം. നമുക്ക് 2 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഉണ്ടോ, നമ്മൾ തിളപ്പിക്കാൻ എടുക്കണം കേട്ടോ. അത് തിളപ്പിച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ കറിയുടെ ടേസ്റ്റ് പോകും. തേങ്ങാപ്പാൽ ഒഴിച്ച് കറി വയ്ക്കുമ്പോൾ അങ്ങനെ ചെയ്യണം, നമ്മൾ തിളപ്പിക്കാൻ പാടില്ല. അപ്പോൾ ഇന്നത്തെ മീൻകറി എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. കണ്ടോ, അടിപൊളി കറിയാണ്. ഇതിനൊന്ന് ഉണ്ടാക്കി നോക്കണേ എല്ലാവരും. സൂപ്പർ കറിയാണ്. അപ്പോൾ ഞാൻ മിക്കതും കുക്കിംഗ് വീഡിയോ ആണ് ഇടുന്നത്. കൂടുതലും കുക്കിംഗ് വീഡിയോ ആണ് ഇടുന്നത്. അപ്പോൾ ഇത് മിക്ക ആൾക്കാരും, എനിക്ക് വേണ്ടപ്പെട്ട കുറേ ആൾക്കാർ കാണുന്നുണ്ടെന്ന് എനിക്കറിയാം. ഇത് കാണുന്നതനുസരിച്ച് ഒന്ന് ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ കമൻറ്റുകൾ അറിയിക്കാനും നിങ്ങൾ കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും ഒന്നും മറന്നു പോരുതേ. അപ്പോൾ എന്നാലും നമ്മുടെ വീഡിയോ കയറിപ്പോളൂ. നിങ്ങൾ ഫേസ്ബുക്ക് പേജിലാണ് കാണുന്നുണ്ടെങ്കിൽ പേജ് ഒന്ന് ഫോളോ ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിക്കുന്നു. ടാറ്റാ, ബൈ.